നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 65, ചാപ്റ്റർ നമ്പർ 29. കുടുംബത്തിലെ ഭിന്നത സൽസംഗത്തോടെ അവസാനിക്കുന്നു. ഒരു സ്ത്രീ തന്റെ മരുമകളെ ഓരോ കാര്യത്തിനും ശകാരിക്കാറുണ്ടായിരുന്നു. മരുമകളുടെ ചെറിയ തെറ്റുകൾ പോലും പെരുപ്പിച്ചു കാണിച്ച് മകനെ അറിയിക്കുമായിരുന്നു. അവളുടെ മകൻ ഭാര്യയെ ആക്ഷേപിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ വീട് നരകമായി മാറി. ഇടയ്ക്കിടെ മരുമകൾ അമ്മായി അമ്മയോട് പറയുമായിരുന്നു, നമ്മൾ സത്സംഗത്തിന് പോകണം, നമ്മുടെ അയൽക്കാർ പോകുന്നു. അമ്മായി അമ്മ പറഞ്ഞു, ലോകത്ത് ബഹുമാനമില്ലാത്ത നല്ല കുടുംബത്തിൽപ്പെടാത്ത അയന സ്ത്രീകൾ സത്സംഗത്തിന് പോകുന്നു. ഞങ്ങൾ ഒരു നല്ല കുടുംബത്തിൽപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് സത്സംഗവുമായി എന്താണ് ബന്ധം? ഇത്തരത്തിൽ മരുമകൾ പലതവണ ശ്രമിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല. ഒരു ദിവസം ഗ്രാമത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ ജോലിയുടെ പേരിൽ അവരുടെ വീട്ടിൽ വന്നു. അമ്മായിയമ്മ മരുമകളെ ശകാരിക്കുന്നത് കണ്ടു. നിന്റെ ഭർത്താവ് വരട്ടെ, ഞാൻ ഇന്ന് നിന്നെ തൊലിയിടിക്കും. അമ്മായിയമ്മയ്ക്ക് ചായ ഗ്ലാസ്സിലിട്ട് കൊടുത്തു. ഉറങ്ങിക്കിടന്ന കുട്ടിയെ കൊണ്ടുവരാൻ മരുമകൾ അകത്തേക്ക് പോയി. എഴുന്നേൽക്കുമ്പോൾ കരയാൻ തുടങ്ങി. ആ കുട്ടിയെ കൊണ്ടുവരാൻ 1 മിനിറ്റ് പോലും കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ ഒരു നായ വന്ന് ആ ചായ ഗ്ലാസ്സിൽ നക്കാൻ തുടങ്ങി. ഗ്ലാസ് താഴെ വീണു. ചായ തറയിൽ തെറിച്ചു. ആ ഗ്ലാസ്സിൽ നിന്ന് 20 അടി മാത്രം അകലെ മുറ്റത്ത് ഒരു കട്ടിലിൽ അമ്മായിയമ്മ ഇരിക്കുകയായിരുന്നു. അവർ ഒരു കരുത്തുറ്റ സ്ത്രീയായിരുന്നു. അവർ വയലിൽ നടക്കാൻ പോകുമായിരുന്നു. പക്ഷേ അവർ വീട്ടുജോലികളൊന്നും ചെയ്യാറില്ലായിരുന്നു. ഈ വിഷയത്തിൽ അവർ വഴക്കുണ്ടാക്കി. ഗ്രാമത്തിലെ മറ്റൊരു വാർഡിൽ നിന്ന് വന്നിരുന്ന സ്ത്രീ സത്സംഗത്തിന് പോകാറുണ്ടായിരുന്നു. എല്ലാം കേട്ട് അവൾ ബഡേരിയോട് പറഞ്ഞു, ആ അമ്മായിയമ്മയുടെ പേര് ബഡേരി എന്നാണ്, നീ സത്സംഗത്തിന് വരണം. അവളുടെ മറുപടി അതുതന്നെയായിരുന്നു. സത്സംഗത്തിന് പോകാറുള്ള ആ സ്ത്രീ, ഭക്തയായ സ്ത്രീ, സത്സംഗത്തിൽ കേട്ടതെല്ലാം പറഞ്ഞെങ്കിലും ബഡേരി അംഗീകരിക്കാൻ തയ്യാറായില്ല. സത്സംഗത്തിന് പോയിരുന്ന ജാനകി എന്ന സ്ത്രീ താമസിക്കുന്ന അതേ കോളനിയിലാണ് ബഡേരിയുടെ 2ാമത്തെ സഹോദരിയുടെ വിവാഹം നടന്നത്. ബഡേരിയുടെ സഹോദരിയുടെ പേര് ദയാ കൗർ എന്നായിരുന്നു. ജാനകി ദയാ കൗറിനോട് പറഞ്ഞു, നിന്റെ സഹോദരി ബഡേരി തന്റെ വീട് നരകമാക്കിയിരിക്കുന്നു. ഒരു കാരണവുമില്ലാതെ അവൾ വഴക്കുണ്ടാക്കുന്നു. ഇന്നലെ ഞാൻ അവളുടെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നു. ഒരു നായ ഒരു ഗ്ലാസ് ചായ കുടിച്ചു. അവൾ അതിൽ നിന്ന് ഒരു മഹാഭാരതമുണ്ടാക്കി. ദയാ കൗറും ജാനകിയുടെ ഉപദേശപ്രകാരം സത്സംഗം കേൾക്കാൻ പോയി ദീക്ഷ സ്വീകരിച്ചു. ജാനകി അവളോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ബഡേരിയെ സത്സംഗത്തിന് കൊണ്ടുപോകൂ. ഒരാൾ സന്യാസിമാരുടെ ഉപദേശം കേൾക്കുന്നത് വരെ അർത്ഥമില്ലാതെ പിരിമുറുക്കത്തിൽ തുടരുകയും കുടുംബാംഗങ്ങളെ പിരിമുറുക്കത്തിലാക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് ദയാ കൗർ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 66. എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് അവൾ ബഡേരിയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് സത്സംഗത്തിന് പോകാൻ ജാനകിയുടെ വീടിന് പുറത്ത് മറ്റു നിരവധി സ്ത്രീകൾ നിൽക്കുന്നുണ്ടായിരുന്നു. സത്സംഗത്തിന് തങ്ങളോടൊപ്പം പോകണമെന്ന് ആവശ്യപ്പെടാൻ അവർ ദയാ കൗറിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ അവളുടെ സഹോദരി ബഡേരിയെ കണ്ടപ്പോൾ അവർ അവളോട് ചോദിച്ചു. അവളെയും കൂട്ടിക്കൊണ്ടുപോയി. ജീവിതത്തിൽ ആദ്യമായി ബഡേരി ഒരു സത്സംഗം ശ്രവിച്ചു. ആശ്രമത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ജീവിക്കുന്നത് എങ്ങനെയെന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അവൾക്ക് നല്ല സുഖം തോന്നി. എന്തെല്ലാം വിഡിത്തങ്ങൾ ആശ്രമത്തെ പറ്റി അവൾ കേൾക്കാറുണ്ടെങ്കിലും അങ്ങനെയൊന്നും അവൾ അവിടെ കണ്ടില്ല. സത്സംഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: പലരും തങ്ങളുടെ സഹോദരിമാരെയും പെൺമക്കളെയും മരുമക്കളെയും മറ്റു സ്ത്രീകളെയും സത്സംഗത്തിന് അയക്കുന്നില്ല. അവർ സ്വയം പോകാറില്ല. അവർ പറയുന്നു, സത്സംഗത്തിന് പോയാൽ കുടുംബത്തിന്റെ മാനം നശിക്കും, നമ്മുടെ മരുമകളും പെൺമക്കളും അപകീർത്തി സമ്പാദിക്കും. ഭക്തി അനുഷ്ഠിക്കാത്ത സ്ത്രീ പുരുഷന്മാർ അടുത്ത ജന്മത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുമെന്ന ദൈവനിയമത്തെക്കുറിച്ച് ഒരാൾക്ക് സത്സംഗത്തിൽ വരാത്തതിനാൽ അവബോധമുണ്ടാകില്ലെന്ന് അവർ ചിന്തിക്കണം. മനുഷ്യ ശരീരം നേടിയ ശേഷം ഭക്തി ചെയ്യാത്ത മനുഷ്യർക്ക് എന്ത് നാശമാണ് സംഭവിക്കുന്നതെന്ന് സൂക്ഷ്മവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. കബീർ, ഹരി കെ നാം ബിനാ നാരി കുത്തിയാ ഹോയെ, ഗലിഗലി ഭൗക്കത്ത് ഫിരെ തൂക് നാ ഡാലെ കോയെ, बीबी पर्दे रहे थी ड्योड़ी लगती बाहर, अब गात उघाड़े फिरती है बंद कुतिया बाजार, वे पर्दे की सुंदरी सुनो संदेशा मोर, गात उघाड़े फिरती है करे सरायों शोर, नब बेसर नक पर बनी पहरे थी हार हमेल, सुंदरी से कुतिया बनी सुन साहिब प्रभु के खेल. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 67. അർത്ഥം: ഒരു വ്യക്തി മനുഷ്യജീവിതത്തിൽ ഭക്തി അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ മരണശേഷം അയാൾക്ക് മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയുടെ ജീവൻ ലഭിക്കും.
ദൈവനാമം പാരായണം ചെയ്യാതെ ഒരു സ്ത്രീ അടുത്ത ജന്മത്തിൽ ഒരു തെണ്ടി നായയുടെ ജീവൻ പ്രാപിക്കുന്നു. പിന്നെ ഉടുത്തുണിയില്ലാതെ നഗ്നശരീരവുമായി അവൾ തെരുവുകളിൽ അലഞ്ഞു നടക്കുന്നു. അവൾ പട്ടിണിയിലാണ്. ആരും അവൾക്ക് ഒരു കഷ്ണം റൊട്ടി പോലും നൽകുന്നില്ല. ഒരു സ്ത്രീയുടെ രൂപത്തിലുള്ള ആ ആത്മാവ് ഒരു രാജാവിന്റെയോ റാണിയുടെയോ മുതിർന്ന ഉദ്യോഗസ്ഥന്റെയോ ഭാര്യയായിരുന്നപ്പോൾ അത് അവളുടെ മുൻജന്മങ്ങളിലെ പുണ്യകർമ്മങ്ങളുടെ ഫലമായിരുന്നു. ഏതോ ജന്മത്തിൽ അവൾ ചെയ്ത ഭക്തിയും പുണ്യകർമ്മങ്ങളും ആ ഭക്തിയുടെയും പുണ്യകർമ്മങ്ങളുടെയും ഫലം അവൾ സ്ത്രീയുടെ രൂപത്തിൽ നേടി. ആ ആത്മാവ് കുലീന കുടുംബങ്ങളുടെ മകളോ മരുമകളോ ആയിത്തീർന്നു. അക്കാലത്ത് അവൾ തിരശീലയ്ക്ക് പിന്നിൽ കഴിയുമായിരുന്നു. കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത ഹൽവയും അരി പുട്ടും കഴിക്കുമായിരുന്നു. വേലക്കാരികൾ അവരുടെ മിച്ചം ഭക്ഷിക്കാറുണ്ടായിരുന്നു. ഉയർന്ന കുടുംബത്തിലെ പെൺമക്കളും മരുമകളും ആയതിനാൽ അവരെ സത്സംഗത്തിന് പോകാൻ അനുവദിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അത് അപമാനമായി അവർ കണക്കാക്കി. സവർണ കുടുംബങ്ങളുടെ ബഹുമാനം അവരുടെ പെൺമക്കളോ മരുമകളോ വീട്ടിൽ തിരശീലയ്ക്ക് പിന്നിൽ താമസിക്കുന്നു. ഇക്കാരണത്താൽ സത്സംഗത്തിന്റെ ഉപദേശങ്ങൾ കേൾക്കാത്തതിനാൽ ആ പുണ്യാത്മാക്കൾ ഭക്തിരഹിതരായി നിലകൊള്ളുന്നു. ആ മനുഷ്യ ശരീരത്തിൽ ആ സ്ത്രീ കഴുത്തിൽ 9 ലക്ഷം രൂപ വിലയുള്ള വില കൂടിയ മാലകൾ അണിഞ്ഞിരിക്കുന്നു. അവൾ മൂക്കിൽ സ്വർണ്ണ മൂക്കുത്തി ധരിച്ചിരിക്കുന്നു. മേക്കപ്പും അലങ്കാരവുമൊക്കെയായി തന്റെ ജീവിതം വിജയകരമാണെന്ന് അവൾ കരുതി. ഭക്തി ചെയ്യാത്തതിനാൽ അവൾ ഇപ്പോൾ ഒരു തെണ്ടിപ്പട്ടിയുടെ ജീവിതം സ്വന്തമാക്കി. ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി തെരുവിൽ നഗ്നയായി അലയുന്നു. മുൻപ് നഗരത്തിൽ ഒരു സത്രമുണ്ടായിരുന്നു. യാത്രക്കാർ രാത്രി അവിടെ തങ്ങുകയും പ്രഭാത ഭക്ഷണം കഴിച്ച് രാവിലെ പുറപ്പെടുകയും ചെയ്തു. തിരശീലയ്ക്ക് പിന്നിൽ ഒരു നായ്ക്കുട്ടിയായി തീർന്നിരുന്ന ആ സുന്ദരി സത്രത്തിൽ താമസിക്കുന്ന സഞ്ചാരി എറിഞ്ഞ ഒരു കഷ്ണം റൊട്ടി തിന്നാൻ കുരയ്ക്കുന്നു. കുറച്ചു മണ്ണും മണലും അതിൽ പറ്റിപ്പിടിക്കുന്നു. കശുവണ്ടിയും ഉണക്കമുന്തിരിയും ചേർത്ത് ഹൽവയും ഗീറും കഴിച്ചിരുന്ന ഭക്തിശീലമാക്കാത്ത ആ സുന്ദരി മണ്ണും മണലും മുട്ടിയ ആ അപ്പ കഷ്ണം തിന്നുന്നു. അവൾ മനുഷ്യ ജീവിതത്തിലായിരിക്കുമ്പോൾ അവൾ ഒരു പൂർണ്ണ സന്യാസിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ഭക്തി അനുഷ്ഠിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഇത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 67, ചാപ്റ്റർ നമ്പർ 30. പുഹ്ലോബായിയുടെ ഉപദേശം. ഒരു രാജാവ് പുഹ്ലോബായിയുടെ ആത്മീയ വീക്ഷണങ്ങൾ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് വളരെ മതിപ്പുളവാക്കി. രാജാവിന് 3 രാജ്ഞിമാരുണ്ടായിരുന്നു. രാജാവ് തന്റെ രാജ്ഞികളോട് പുഹ്ലോബായിയെക്കുറിച്ച് പറഞ്ഞു. രാജാവ് തന്റെ രാജ്ഞിമാരുടെ മുന്നിൽ ഭക്തിയായ പുഹ്ലോബായിയെ പലതവണ പ്രശംസിച്ചു. ഭർത്താവിന്റെ വായിൽ നിന്ന് മറ്റൊരു സ്ത്രീയുടെ പുകഴ്ത്തൽ കേട്ട് രാജ്ഞികൾക്ക് സുഖം തോന്നിയില്ല. പക്ഷെ അവർക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഭക്തിയായ പുഹ്ലോബായിയെ കാണാനുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു. രാജാവ് പുഹ്ലോബായിയോട് തന്റെ വീട്ടിൽ ഒരു സത്സംഗം നടത്താൻ ആവശ്യപ്പെട്ടു. പുഹ്ലോബായി സത്സംഗത്തിന്റെ തീയതിയും സമയവും രാജാവിനോട് പറഞ്ഞു. സത്സംഗ ദിനത്തിൽ രാജ്ഞികൾ വളരെ മനോഹരവും വില കൂടിയതുമായ വസ്ത്രങ്ങളും എല്ലാ ആഭരണങ്ങളും ധരിച്ചിരുന്നു. അവരുടെ സൗന്ദര്യം കാണിക്കാൻ അവർ എല്ലാ ശ്രമങ്ങളും നടത്തി. പുഹ്ലോ രാജാവിന്റെ ഭവനത്തിലെത്തി. സാധാരണ പരുത്തി കൊണ്ട് നിർമ്മിച്ച മുഷിന വസ്ത്രമാണ് അവൾ ധരിച്ചിരുന്നത്. അവളുടെ കയ്യിൽ ഒരു ജപമാലയുണ്ടായിരുന്നു. അവളുടെ നിറവും സുന്ദരമായിരുന്നില്ല. ഭക്തയായ പുഹ്ലോയെ കണ്ട് 3 രാജ്ഞിമാരും പൊട്ടിച്ചിരിച്ചു. ഇതാണ് പുഹ്ലോ, അവൾ വളരെ സുന്ദരിയായിരിക്കുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. അവരുടെ പ്രസ്താവന കേട്ട് ഭക്തിയായ പുഹ്ലോബായി പറഞ്ഞു, വസ്ത്ര ആഭൂഷൺ തൻ കി ശോഭ, യഹ് തൻ കാച്ചോ ഭാണ്ഡോ, ഭക്തി ബിനാ ബനോഗി കുതിയ, രാം ഭജോ ന റാണ്ടോ. അർത്ഥം: ഭംഗിയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ശരീരത്തിന്റെ ചാരുത വർദ്ധിപ്പിക്കുന്നു. ഈ ശരീരം മൺപാത്രം പോലെ നശ്വരമാണ്. ഈ ശരീരത്തിന് ആയുസ് കുറവാണ്. എന്ത് കാരണത്താലാണ് ഏത് പ്രായത്തിൽ എപ്പോൾ ഒരു പ്രതിസന്ധി വരുമെന്ന് അറിയില്ല. നിങ്ങൾ ഭക്തി ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ഒരു തെരുവു നായയുടെ ജീവൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾ നഗ്നരായി അലഞ്ഞു നടക്കും. അതിനാൽ രാംഡോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ത്രീകളെ ഭക്തി ചെയ്യുക. വിധവയെ ഉദ്ദേശിച്ചാണ് രാംഡോ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ പൊതുസംഭാഷണത്തിൽ സ്ത്രീകൾ തങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ചു. സ്നേഹത്തോടെയുള്ള ശകാരവാക്യം. ഇപ്പോൾ വിദ്യാസമ്പന്നയായതിനാൽ ഈ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഭക്തിയായ പുഹ്ലോബായി സത്സംഗം നടത്തി. അവൾ പരമോന്നത ദൈവമായ കബീറിന്റെ വരികൾ പറഞ്ഞു. കബീർ, ഹരി കെ നാം ബിനാ നാരി കുതിയാ ഹോയ്, ഗലേഗലി ഭൗങ്കത് ഫിരെ തൂക് നാ ഡാലെ കോയെ. കബീർ, राम रटत कोड़ी भलो, चूचू पड़े जो चाम, सुंदर देही किस काम की, जा मुख नाही नाम. कबीर, नहीं भरोसा देही का, विनश जाए छिन माही, श्वान सुश्वांस में नाम जपो और यत्न कुछ नाही. कबीर, श्वान सुश्वांस में नाम जपो,
व्यर्था श्वास मत खो, ना जाने इस श्वास का आवन हो के ना होए। गरीब, सर्व सोने की लंका थी, रावण से रणधीरम, एक पलक में राज्य गया, जम के पड़े जंजीरम। गरीब, मर्दगर्द में मिल गए, रावण से रणधीरम, कंस, केसी, चाणूर से हिरणाकुश बलबीरम। गरीब, तेरी क्या बुनियाद है, जीव जंग धरी लेत, दास गरीब हरि नाम बिन, खाली रह जा खेत। വിവർത്തനം. പരമോന്നത ദൈവം കബീർ ആത്മീയതയുടെ നിയമത്തെ വിവരിച്ചിട്ടുണ്ട്. ഭക്തി അനുഷ്ഠിക്കാത്ത സ്ത്രീ അടുത്ത ജന്മത്തിൽ നായയുടെ ജീവൻ നേടുമെന്നും തെരുവിൽ അലഞ്ഞു നടക്കുകയും കുരയ്ക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ആരും അവൾക്ക് ഒരു കഷ്ണം ഭക്ഷണം പോലും നൽകില്ല. മനുഷ്യജീവിതത്തിൽ അവൾക്ക് എല്ലാ ഭക്ഷണവും കൃത്യസമയത്ത് ലഭിച്ചുകൊണ്ടിരുന്നു. ഭക്തി ചെയ്യാത്തതിനാൽ അവളെ അവസ്ഥ കൈവരിക്കുന്നു. ഒരു കുഷ്ഠരോഗി പോലും ശരീരത്തിന്റെ തൊലി ചൊറിയുകയും അതിൽ നിന്ന് രക്തമൊലിച്ചിറങ്ങുകയും ചെയ്യുന്ന ഒരു പാളി പരമാത്മാവിന്റെ ഭക്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. ഭക്തി ചെയ്യുന്നതിലൂടെ അവന്റെ കുഷ്ഠവും സുഖപ്പെടും, അവന്റെ ഭാവിയും ശോഭനമാകും. ഭക്തി അനുഷ്ഠിക്കാത്തവന് സുന്ദരമായ ശരീരമുണ്ടായാലും സുന്ദരമായ ആരോഗ്യമുള്ള ശരീരം കൊണ്ട് പ്രയോജനമില്ല. ഈ മനുഷ്യജീവിതം എപ്പോൾ എങ്ങനെ നശിപ്പിക്കപ്പെടുമെന്ന് ഉറപ്പില്ല. ഇത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയില്ല. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ: ഭക്തി ചെയ്യുക. നാമം, അതായത് മന്ത്രമില്ലാതെ ഒരു ശ്വാസം പോലും പോകാതിരിക്കാൻ നാം മന്ത്രം ജപിക്കുക. ശ്വാസം ഇടുമ്പോഴും ശ്വസിക്കുമ്പോഴും ഓരോ ശ്വാസത്തിലും നാമം ജപിക്കുക. നാമം ജപിക്കാതെ നിങ്ങളുടെ ശ്വാസം വെറുതെ നഷ്ടപ്പെടരുത്. ഈ ശ്വാസം ഉള്ളിൽ ചെല്ലുമ്പോൾ പുറത്തു വരുമോ ഇല്ലയോ എന്നറിയില്ല. അതിനാൽ ഇത് അവഗണിക്കാതെ ഭക്തിയിൽ മുഴുകുക. നിങ്ങൾക്ക് പണവും മറ്റ് സുഖസൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അവയാൽ ഭക്തി ചെയ്യാൻ മറക്കരുത്. ശ്രീലങ്കയിലെ രാജാവായ രാവണന് അമിതമായ സമ്പത്തുണ്ടായിരുന്നു. അവൻ സ്വർണ്ണ കൊട്ടാരങ്ങൾ പണിതു. അവൻ സ്വയം ഒരു യോദ്ധാവായിരുന്നു. എന്നാൽ ശ്രീരാമചന്ദ്രനുമായി യുദ്ധം ചെയ്തപ്പോൾ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. രാജ്യവും നഷ്ടപ്പെട്ടു. ഇതെല്ലാം ഒരു കണ്ണിമ വെട്ടലിൽ സംഭവിച്ചു. അതായത് ശ്രീരാമന്റെ അസ്ത്രത്താൽ അവൻ കൊല്ലപ്പെട്ടു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാം നശിച്ചു. യമന്റെ ദൂതന്മാർ, അതായത് മരണദൈവത്തിന്റെ സേവകർ, ആ രാവണനെ ചങ്ങലകളാൽ തടഞ്ഞു. അവനെ നരകത്തിലാക്കി. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 69. രാവണനെ പോലെ ശൂരവീരരായ അഴുക്കുചാലിൽ കലർന്ന യോദ്ധാക്കൾ, മധുരയിലെ രാജാവായ കംസൻ പോലെയുള്ള ശക്തരായ ആളുകൾ, അദ്ദേഹത്തിന്റെ പ്രശസ്ത ഗുസ്തിക്കാരൻ ചാണുരൻ, അവന്റെ സേവകൻ കേശി, ഏതു രൂപവും നേടാൻ കഴിയുന്ന അസുരൻ ഹിരണ്യകശിപു എന്നിവരും ഭക്തി കൂടാതെ തങ്ങളുടെ ജീവിതം പാഴാക്കി. ഓ സാധാരണ മനുഷ്യ, നിങ്ങൾക്ക് എന്തടിത്തറയാണുള്ളത്? അതായത് ഏത് കാരണത്താലാണ് നിങ്ങൾ രക്ഷപ്പെടുക? നിങ്ങളുടെ കർമ്മങ്ങളെ അടിസ്ഥാനമാക്കി വിവിധ ജീവജാലങ്ങളുടെ ശരീരങ്ങൾ നിങ്ങൾ പ്രവേശിക്കും. പരമോന്നത ദൈവമായ കബീർ പകർന്നു നൽകിയ അറിവനുസരിച്ച് വയലിൽ വിത്ത് വിതയ്ക്കാത്തതിന്റെ പേരിൽ ഒരു കർഷകൻ പട്ടിണി കിടന്ന് മരിക്കുന്നത് പോലെ ഭക്തി ചെയ്യാത്തതിനാൽ നിങ്ങൾ അത്തരമൊരു നഷ്ടം വഹിക്കുമെന്ന് സന്ത് ഗരീബ് ദാസ്ജി പ്രസ്താവിച്ചിട്ടുണ്ട്. അയാൾക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. ഭക്തയായ പുഹുളോ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം വിശദീകരിക്കുകയും ഭക്തി ചെയ്യാത്തതിനാൽ ഒരാൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു. ഒരു രാജ്യത്തിന്റെ ഒരു ചെറിയ തുണ്ട് ഭൂമി നേടിയതിൽ നിങ്ങൾ അഭിമാനിക്കുന്നു. ഇത് വ്യർത്ഥമാണ്. ലങ്കയിലെ രാജാവായ രാവണൻ സ്വർണം കൊണ്ട് വീടുകൾ നിർമ്മിച്ചിരുന്നു. യഥാർത്ഥ ഭക്തി ചെയ്യാത്തതിനാൽ അദ്ദേഹത്തിന് രാജ്യം പോലും നഷ്ടപ്പെട്ടു. സ്വർണവും ഇവിടെ തന്നെ കിടന്നു. അവൻ നരകത്തിലേക്ക് പോയി. പിന്നീട് പുഹുളോ രാജാവും രാജ്ഞിമാരും ദീക്ഷ സ്വീകരിക്കുകയും ഭക്തി ചെയ്യുകയും അവരുടെ ജീവിതം വിജയകരമാക്കുകയും ചെയ്തു. कबीर, हरि के नाम बिन राजा ऋषभ होए, मिट्टी लदे कुम्हार के घास न नीरे कोए. പരമാത്മാവിന്റെ ഭക്തി ചെയ്യാത്തതിനാൽ ഒരു രാജാവ് കഴുതയുടെ ശരീരം സ്വന്തമാക്കുന്നു. അവനൊരു കുശവന്റെ വീട്ടിൽ ചെളി ചുമക്കുന്നു. കാട്ടിൽ പോയി തനിയെ പുല്ലു തിന്നുന്നു. फिर पीछे तू पशुआ कीजे, दीजे बैल बनाए, चार पहर जंगल में डोले तो नहीं उधर भराए, सिर पर सींग दिए मन बोरे, धूम से मच्छर उड़ाए, कांधे जुआ जोते कुआ, कोंदू का भूस खाए. അർത്ഥം: ഒരു കഴുതയുടെ ജീവിതം പൂർത്തിയാക്കുമ്പോൾ ആ ജീവി കാളയുടെ ജീവൻ പ്രാപിക്കുന്നു. ഒരു ജീവജാലത്തിന് മനുഷ്യ ശരീരത്തിൽ വളരെയധികം സൗകര്യങ്ങളുണ്ട്. വിശപ്പ് തോന്നിയാൽ ഉടൻ ഭക്ഷണം കഴിക്കാം, പാലോ ചായയോ കുടിക്കാം, ദാഹമുണ്ടെങ്കിൽ വെള്ളം കുടിക്കാം. ഭക്തി ചെയ്യാത്തതിനാൽ കാളയായി മാറുന്ന അതേ ജീവി രാവിലെ മുതൽ വൈകുന്നേരം വരെ 12 മണിക്കൂർ കാട്ടിൽ അലഞ്ഞു നടക്കുന്നു, കലപ്പയിൽ ഉപയോഗിക്കുന്നു. ഒരു കാളയ്ക്ക് ദിവസത്തിൽ 2 തവണ മാത്രമേ ഭക്ഷണം നൽകൂ, ഉച്ചയ്ക്കും രാത്രിയും. എന്നാൽ ഇടയ്ക്ക് കാളയ്ക്ക് വിശപ്പ് തോന്നുകയും കാലിത്തീറ്റയും ചുറ്റും വെച്ചാൽ അത് കഴിക്കാൻ കഴിയില്ല.
ഉഴവുകാരൻ അവനെ പുല്ലു തിന്നാൻ അനുവദിക്കുന്നില്ല. വെള്ളവും കൃത്യസമയത്ത് മാത്രം നൽകുന്നു. ദിവസത്തിൽ 2-3 തവണ മാത്രം കാളയ്ക്ക് തലയിൽ കൊമ്പുകളും വാലും ഉണ്ട്. മനുഷ്യ ശരീരത്തിലായിരിക്കുമ്പോൾ കൂളറോ ഫാനുകളോ AC-യോ ഉള്ള മുറികളിലായിരുന്നു താമസം. ഇപ്പോൾ അയാൾക്ക് ഒരു വാൽ മാത്രമേ ഉള്ളൂ. അവനത് കൂളറായി ഉപയോഗിച്ചാലും ഫാൻ ആയാലും അതുകൊണ്ട് തന്നെ അവന് കൊതുകുകളെ പറത്തണം. പരമാത്മാവിന്റെ നിയമം മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ഒരു വ്യക്തി ലോകത്തിന്റെ സ്വഭാവം പിന്തുടരുന്നതാണ് വീട്ടിൽ കലഹത്തിന് കാരണമെന്നും സത്സംഗത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. കുടുംബത്തിലെ ഒരു അംഗം കുടുംബത്തിൽ എന്തെങ്കിലും നഷ്ടം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. ചില കാരണങ്ങളാൽ ഒരു നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ ഒരാൾ സംഘർഷമുണ്ടാക്കരുത്. എന്ത് നഷ്ടം സംഭവിച്ചാലും അഥവാ സംഭവിച്ചിട്ടുണ്ട്, ഇത് ശരിയാക്കാൻ കഴിയില്ല. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 70. വ്യർത്ഥമായ കലഹമുണ്ടാക്കുന്നത് ബുദ്ധിയല്ല. ആകസ്മികമായി നഷ്ടം സംഭവിച്ച വ്യക്തിയോട് ഒരാൾ പറയണം, അല്ലയോ മകനെ, മകളെ, അമ്മേ, അച്ഛേ, അമ്മായിയമ്മ, മരുമകളോ സഹോദരനോ, നമുക്ക് നഷ്ടപ്പെട്ടത് എന്തായാലും അത് നമ്മുടെ വിധിയിലായിരുന്നു. നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല. ഇങ്ങനെ പറഞ്ഞാൽ വീട്ടിൽ സമാധാനം നിലനിൽക്കും. ഭിന്നിപ്പുണ്ടാക്കലാണ് കാലന്റെ പണി. പ്രേതങ്ങളും ആത്മാക്കളും ആ വീട്ടിൽ വസിക്കുന്നു. പിണക്കമില്ലാത്തവർ സുഖമായി ജീവിക്കുന്നു. പരമാത്മാവിനെ ആരാധിക്കുന്ന ഒരു ഭവനം പ്രാർത്ഥന, ജ്യോതിയാഗം, വിളക്ക് തെളിയിക്കൽ നടത്തുന്നു. ആ വീട്ടിൽ ദേവന്മാർ വസിക്കുന്നു. സത്സംഗം കേട്ട് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെയാണ് സത്സംഗം. അമ്മായിയമ്മ സത്സംഗത്തിന് പോയത് മരുമകൾ അറിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ എരുമയെ കറന്ന ശേഷം എല്ലാ ദിവസവും എന്ന പോലെ മരുമകൾ പാല് നിറച്ച ബക്കറ്റ് മേൽക്കുരയിലെ ഇരുമ്പ് ഹുക്കിൽ തൂക്കിയിടും. ബക്കറ്റ് ഹുക്കിൽ തൂക്കിയതായി അവൾക്ക് തോന്നി. പക്ഷേ ബക്കറ്റിന്റെ പിടി മറുവശത്ത് നിന്ന് ഹുക്കിൽ തട്ടി. തൂങ്ങിക്കിടക്കുകയാണെന്ന് കരുതി മരുമകൾ ബക്കറ്റ് ഉപേക്ഷിച്ചു. ബക്കറ്റ് നിലത്തേക്ക് വീണു. പാലൊഴുകിപ്പോയി. ബഹളം കേട്ട് ബഡേരി അകത്തേക്ക് വന്നു. പാലിലേക്ക് നോക്കുന്നതിന് പകരം മരുമകൾ നിരാശയോടെ അമ്മായിയമ്മയെ നോക്കുകയായിരുന്നു. വ്യക്തതയൊന്നും അമ്മായിയമ്മ അംഗീകരിക്കുന്നില്ലെന്ന് അറിയാവുന്നതിനാൽ മരുമകൾക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു, ഇന്നത്തെ ദിവസം മുഴുവൻ പിണങ്ങിപ്പോകും. വൈകുന്നേരം എന്റെ ഭർത്താവ് വരും. അവർ എന്നെ തല്ലിക്കും. ദൈവമേ, എന്താണ് സംഭവിച്ചത്? ഞാൻ ഒരിക്കലും അത്തരമൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഓ സദ്ഗുരു, അല്പം കരുണ കാണിക്കൂ. ഞാൻ നിന്റെ ഭക്തി പോലും മറന്നു തുടങ്ങിയിരിക്കുന്നു. ദിവസം മുഴുവൻ എന്റെ അമ്മായിയമ്മയുടെ പരിഹാസങ്ങൾ മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. ബഡേരി പറഞ്ഞു, മകളെ, സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. പാലിന്ന് നമ്മുടെ വിധിയിലില്ല. വിഷമിക്കേണ്ട. പാലിന്റെ മുകളിലെ പാളി ഒരു ബക്കറ്റിൽ കൈകൊണ്ട് ശേഖരിച്ച് എരുമയ്ക്ക് കൊടുക്കുക. ഇത് പറഞ്ഞുകൊണ്ട് അമ്മായിയമ്മ ദീക്ഷയിലെടുത്ത മന്ത്രം ആത്മീയോപദേശം ചെല്ലാൻ തുടങ്ങി. മരുമകൾക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു, ഇന്ന് അമ്മായിയമ്മ ഏത് സ്റ്റേഷനാണ്, റേഡിയോ സ്റ്റേഷനാണ് പിടിച്ചുവെന്നറിയില്ല. ഈ സാന്ത്വന വാക്കുകൾ ബഡേരിയുടെ ബാഗിൽ ഉണ്ടായിരുന്നില്ല. അതിൽ നിറയെ എണ്ണദോശകൾ ഉണ്ടായിരുന്നു. എന്നെ കടന്നു പോകുമ്പോഴും അവൾ പിറുപിറുക്കുമായിരുന്നു. മരുമകളുടെ പേര് നിഷ. അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു, നിഷ, ആജ് നിഷ, രാത്രി മേം തേരി ബുരി ഹോഗി ദശ. നിഷ, ഇന്ന് രാത്രി നിന്റെ അവസ്ഥ വഷളാക്കും. നിഷ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവൾ അത് എന്റെ ഭർത്താവിനോട് പറയും. അമ്മ പറയുന്നത് കേൾക്കും, ഞാൻ പറയുന്നത് അദ്ദേഹം കേൾക്കില്ല. അദ്ദേഹം എന്നെ ശാസിക്കും. രാവും പകലും മുഴുവൻ കരയും. നിഷ ചിന്തിച്ചുകൊണ്ടിരുന്നു. പാല് ബക്കറ്റിൽ ഒഴിച്ച് നിഷ എരുമയ്ക്ക് തീറ്റ കൊടുത്തു. എന്നിട്ട് ബക്കറ്റ് കഴുകി. ബഡേരി വന്നു പറഞ്ഞു, മകളെ, ഭക്ഷണം കഴിക്കൂ. വിഷമിക്കേണ്ട മകളെ, ഇന്നലെ ഞാൻ എന്റെ സഹോദരി ദയാ കൗറിനൊപ്പം പകൽ സത്സംഗത്തിന് പോയിരുന്നു. എന്റെ കണ്ണു തുറന്നു. ഞാൻ നിന്നോട് വളരെയധികം ശണ്ട ഉണ്ടാക്കാറുണ്ട്. മകളെ, കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ഇനി മുതൽ എന്ത് സംഭവിച്ചാലും നടക്കട്ടെ. ഇനി മുതൽ എന്റെ മകൾക്ക് എന്റെ എല്ലാ സ്നേഹവും ഞാൻ നൽകും. നീയാണ് എന്റെ യഥാർത്ഥ മകൾ. എന്റെ ജീവശാസ്ത്രപരമായ മകൾ മറ്റാരുടെയോ ആയിരുന്നു. അവൾ പോയി. നമ്മൾ സന്തോഷവും സങ്കടവും പങ്കിടുന്നു. ഒരു ദിവസത്തെ സത്സംഗം മാത്രമാണ് എന്റെ കണ്ണു തുറന്നത്. മകളെ, നിങ്ങൾക്ക് അടുത്ത ഞായറാഴ്ചയും വരാം. ഞാനും പോകും. ക്രമേണ നമുക്ക് എന്റെ മകനെയും കൊണ്ടുപോകാം. വസ്ത്രത്തിനുള്ളിൽ ഗുരുജിയുടെ ഫോട്ടോ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു നിഷ. ഫോട്ടോ എടുത്ത് അവൾ ഗുരുജിയുടെ പാദങ്ങളിൽ തല വെച്ച് പറഞ്ഞു, ഗുരു, ഇന്ന് നിങ്ങൾ എന്റെ പ്രാർത്ഥനകൾ കേട്ടു. നിങ്ങൾ എന്റെ വീടിനെ സ്വർഗമാക്കി മാറ്റി. വൈകുന്നേരം ഛത്ര സിംഗ് എത്തിയപ്പോൾ പാൽ ചോർന്നതിനെ കുറിച്ച് അമ്മ മിണ്ടിയില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൾക്കും ഛത്ര സിംഗിനും ദീക്ഷ ലഭിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ നിഷയുടെ ഗുരുജി വന്നു. നിഷ അദ്ദേഹത്തോട് പറഞ്ഞു, ഗുരുജി, എന്റെ അമ്മായിയമ്മ വളരെ നല്ലവളാണ്. അവരും ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. ബഡേരി പറഞ്ഞു, മഹാരാജേ, അവൾ നേരത്തെ ദീക്ഷ സ്വീകരിച്ചതായി നിഷ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്റെ വഴക്കിൽ അവൾ ഭയന്നിരിക്കണം. ഞാൻ ദീക്ഷ സ്വീകരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അവൾ ചെയ്തത് ശരിയാണ്. അവൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ കൂടുതൽ പീഡിപ്പിക്കുമായിരുന്നു.
പാപം ചെയ്യുമായിരുന്നു. നിഷയുടെ ഗുരുജി പറഞ്ഞു, അമ്മേ ബഡേരി, നിങ്ങൾ വറച്ചട്ടിയിൽ നിന്ന് തീയിലേക്ക് വന്നത് നിങ്ങളുടെ ആത്മീയ ഉപദേശം വേദപ്രകാരമല്ലാത്തതിനാലാണ്. യഥാർത്ഥ ആരാധന കൂടാതെ മോക്ഷം സാധ്യമല്ല. അതുപോലെ ശരിയായ മരുന്ന് കഴിച്ചാൽ മാത്രം ഒരു രോഗം ഭേദമാകുന്നു. അതുപോലെ യഥാർത്ഥ ആരാധനാ രീതി പിന്തുടരുന്നതിലൂടെ ജനന മരണ യോഗത്തിൽ നിന്ന് ഒരാൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. അമ്മായിയമ്മ ദേഷ്യപ്പെടുമെന്ന് നിഷ കരുതി. അതിനാൽ അവൾ ഇടയ്ക്ക് പറഞ്ഞു, ഗുരുജി, താങ്കളൊരു പുതിയ പുസ്തകം എഴുതിയതായി ഞാൻ കേട്ടു. അത് പ്രസിദ്ധീകരിച്ചോ? അത് താങ്കളുടെ പക്കലുണ്ടോ? ഗുരുജി പറഞ്ഞു. അല്ലയോ മകളെ, ഞാനത് നിനക്ക് തരാൻ വന്നതാണ്. ഇതും പറഞ്ഞ് ഗുരുജി താൻ താമസിച്ചിരുന്ന മറ്റൊരു മുറിയിലേക്ക് പോയി. അവിടെ ഒരു ബാഗ് സൂക്ഷിച്ചിരുന്നു. നിഷയും അദ്ദേഹത്തോടൊപ്പം അകത്തേക്ക് പോയി. ഗുരുദേവ, തേനീച്ചക്കൂട് തുടരുത്, അത് വളരെ ശാന്തമാണ്. ഗുരുജി പറഞ്ഞു. അല്ലയോ മകളെ, ഇപ്പോൾ നിങ്ങളുടെ അമ്മായിയമ്മയ്ക്ക് ഭക്തിയിൽ പൂർണ്ണ താല്പര്യമുണ്ട്. ഇപ്പോൾ അവൾ അത് സ്വീകരിക്കും. ഗുരുജി 3 ദിവസം താമസിച്ചു. തത്വജ്ഞാനം, യഥാർത്ഥമായ ആത്മീയ അറിവ് വിശദീകരിച്ചു. ബഡേരിയും തന്റെ മുൻ ഗുരുവിനെ മാറ്റി അവളുടെ ക്ഷേമം നടത്തി. സൽസംഗത്താൽ വീട് സ്വർഗമായി മാറി. എങ്കും സമാധാനമായിരുന്നു. പകൽ മുഴുവൻ അധിക്ഷേപങ്ങളുടെ ബോംബുകൾ പുറത്തെടുത്തിടത്ത് ഇപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ ഗംഗ ഒഴുകാൻ തുടങ്ങി. നിഷയുടെ ഗുരുജി പരമോന്നത ദൈവമായ കബീർജി ആയിരുന്നു. അദ്ദേഹം യഥാർത്ഥ ആരാധനാ രീതി, ഭക്തി പ്രചരിപ്പിക്കാൻ വ്യത്യസ്തമായ വസ്ത്രധാരണത്താൽ ചുറ്റി നടന്നു. ഏത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പുസ്തകത്തിൽ തന്നെ പേജ് 235 വായിക്കുക. ഉപസംഹാരം. പരമോന്നത ദൈവം കബീർ പ്രസ്താവിച്ചു. मन नेकी कर ले, 2 दिन का मेहमान, मात पिता तेरा कुटुंब कबीला, कोई दिन का रल मिल का मेला, अंत समय उठ चले अकेला, तज माया मंडान, कहां से आया कहां जाएगा, तन छूटे तब कहां समाएगा, आखिर तुझको कौन कहेगा गुरु बिन आत्मज्ञान, कौन तुम्हारा सच्चा साई, झूठी है ये सकल सगाई, चलने से पहले सोच रे भाई, कहां करेगा विश्राम, रहत माल पंघट जो भरिता, आवत जात भरे करे रीता, जुगन जुगन तू मरता जीता, करवा ले रे कल्याण, लख 84 की सहतरासा, ऊंच नीच घर लेता बासा, कह कबीर सब मिटाओ रासा, कर मेरी पहचान. അർത്ഥം. പരമോന്നത ദൈവം കബീർ തന്റെ മനസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജീവജാലങ്ങളായി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ 2 ദിവസത്തേക്കുള്ള അതിഥിയാണ്. അതായത് ഈ ലോകത്ത് ഒരു ഹ്രസ്വകാലത്തേക്ക്, ഒരു ഹ്രസ്വമായ മനുഷ്യ ജീവിതത്തിൽ. കാരണം ആത്മാവിനെ കുറിച്ചുള്ള അറിവിന്റെ അഭാവം. ആത്മജ്ഞാൻ എഴുതിയത് അനേകം പാപങ്ങൾ സമ്പാദിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനുഷ്യജീവിതം നശിപ്പിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തിലെ മനുഷ്യർക്ക് നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള മാർഗം പറഞ്ഞു തരാൻ കഴിയും. എന്നാൽ ഗുരുദേവ്ജി ഒഴികെ മറ്റാരും നിങ്ങൾക്ക് ആത്മാവിനെ കുറിച്ചുള്ള അറിവ്, ആത്മജ്ഞാൻ നൽകില്ല. അതായത് ആത്മാവ് എവിടെ നിന്ന് വന്നു, ഒരു മനുഷ്യന്റെ പ്രധാന ലക്ഷ്യം എന്താണ്. ഒരു ഗുരുവിനെ നേടാതെ, അതായത് ദീക്ഷ സ്വീകരിക്കാതെ, ആത്മീയ ഉപദേശം സ്വീകരിക്കാതെ ഒരു ആത്മാവിന്റെ മനുഷ്യജന്മം നശിപ്പിക്കപ്പെടുന്നു. ഗുരുവല്ലാതെ മറ്റാരും ഇത് പറയില്ല. നിങ്ങൾ ഭൂമിയുടെ മുഴുവൻ രാജാവായാലും ഭാവിയിൽ നിങ്ങൾക്ക് ഒരു മൃഗജന്മം ലഭിക്കും. ഗുരുജി നൽകുന്ന അറിവും ദീക്ഷാമന്ത്രവും കൂടാതെ ജനനമരണ ചക്രം അവസാനിക്കുന്നില്ല. ജനനമരണ ചക്രം അവസാനിക്കുന്നത് വരെ ഇപ്രകാരം പ്രസ്താവിച്ചു. यह जीवन हरहट का कुआलोई, या गल बंधा है सब कोई, कीड़ी कुंजर और अवतारा, हरहट डोर बंधे कई बारा. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 72. അർത്ഥം. ഉദാഹരണത്തിന് പേർഷ്യൻ ചക്രമുള്ള ഒരു കിണറിൽ ഒരു ഇരുമ്പ് ചക്രമുണ്ട്. അതിൽ ബക്കറ്റുകൾ വെൽഡ് ചെയ്യുന്നു. പേർഷ്യൻ ചക്രം എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. പഴയ കാലങ്ങളിൽ ഒരു പരമ്പരാഗത എണ്ണ മില്ലിൽ കാളകളോ ഒട്ടകങ്ങളോ ഓടിക്കുന്നത് പോലെ കാളകളും ഒട്ടകങ്ങളുമാണ് ഓടിച്ചിരുന്നത്. പഴയ കാലത്ത് ഇത് കൂടുതൽ പ്രചാരത്തിലായിരുന്നു. പേർഷ്യൻ ചക്രത്തിന്റെ ബക്കറ്റ് കിണറിന്റെ ഉള്ളിൽ നിന്നും വെള്ളം കോരിയെടുക്കുന്നു. അത് മുകളിൽ ശൂന്യമാകും. ഈ ചക്രം എന്നേക്കും തുടരുന്നു. അതുപോലെ ഈ ഭൂമി പോലെയുള്ള കിണറ്റിൽ നിന്ന് പാപങ്ങളും പുണ്യങ്ങളും കൊണ്ട് ഒരാൾ ഒരു ബക്കറ്റിൽ നിറയ്ക്കുകയും മുകളിൽ സ്വർഗത്തിലും നരകത്തിലും ശൂന്യമാക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ ഒരു ആത്മാവ് ജനനമരണ ചക്രത്തിൽ എന്നേക്കും നിലനിൽക്കുന്നു. കുടുംബത്തെയും ലോകത്തിലെ സമ്പത്തിനെയും ഉപേക്ഷിച്ച് ഒരു നാൾ നീ തനിച്ചാകും എന്ന് മേൽ പറഞ്ഞ ശ്ലോകത്തിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് മറ്റൊരു സ്ഥലത്ത് ജനിച്ച് അതേ പ്രവൃത്തി ചെയ്തുകൊണ്ട് നിങ്ങൾ വീണ്ടും പോകും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ പുറപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ ഉറപ്പാക്കും, നമ്മൾ അവിടെ പോകും, അതിനുശേഷം നമ്മൾ അവിടെ വിശ്രമിക്കും. എന്നാൽ ലോകം വിട്ടു പോകുമ്പോൾ
നിങ്ങളെ എവിടെ വിശ്രമിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കില്ല. ഹേ ആത്മാവേ, 84 ലക്ഷം യോനി ജന്മങ്ങളിൽ നിങ്ങൾ പീഡനത്തിന് വിധേയരാകുന്നു. നിങ്ങൾ ജനിച്ച് ഒരു പുതിയ ജീവിയുടെ ജീവൻ പ്രാപിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ചില സമയങ്ങളിൽ നിങ്ങൾ ഒരു രാജാവാകുന്നതിലൂടെ ഉയർന്ന ക്ലാസ്സിലേക്ക് നിയോഗിക്കപ്പെടും. ചിലപ്പോൾ നിങ്ങൾ ഒരു ദരിദ്രനാകുമ്പോൾ നിങ്ങളെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരായി കണക്കാക്കും. യഥാർത്ഥ ആരാധനാ രീതി ലഭിക്കാത്തതിനാൽ അവതാരങ്ങൾ രാമൻ, കൃഷ്ണൻ മുതലായവർ പോലും ജനന മരണ ചക്രത്തിലാണെന്ന് കബീർ വിശദീകരിക്കുന്നു. യഥാർത്ഥ ആരാധന എന്റെ പക്കൽ ലഭ്യമാണ്. ഹേ ജീവാത്മാ, എന്നെ തിരിച്ചറിയൂ. ഞാൻ സർവശക്തനായ ദൈവമാണ്. നിന്റെ ജനന മരണത്തിന്റെ എല്ലാ വിഷമതകളും ഞാൻ അവസാനിപ്പിക്കും. വാണി നമ്പർ 2. नाम सुमल ले सुकर्म कर ले, कौन जाने कल की। खबर नहीं पल की कोड़ी कोड़ी माया जोड़ी बात करे छल की। पाप पुण्य की बांधी पोटरिया कैसे होवे हल्की। मात पिता परिवार भाई बंधु त्रिरिया मतलब की। चलती बरिया कोई ना साथी या माटी जंगल की। तारों बीच चंद्रमा जो झलके तेरी महिमा झला झलकी। बने कुकरा विष्टा खावे अब बात करे बल्कि। ये संसार रैन का सपना ओस बूंद जल की। सतनाम बिना सबे साधना गारा दलदल की। अंत समय जब चले अकेला आंसू नैन ढलकी। कह कबीर गह शरण मेरी हो रक्षा जल थल की। പേജ് നമ്പർ 73. यो हरहट का कुआ लोई या गल बंध्या है सब कोई। कीड़ी कुंजर और अवतारा हरहट डोरी बंधे कई बारा। അതായത് കാലലോകത്തിലെ ജനനമരണ ചക്രം ചിത്രീകരിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 74. അർത്ഥം: ദൈവം കബീർജി പ്രസ്താവിച്ചു, ഹേ നിരപരാധിയായ മനുഷ്യ, പുരുഷ, സ്ത്രീ, ദൈവത്തിന്റെ മന്ത്രം ചൊല്ലുക, നാമം ചൊല്ലുക, മംഗളകരമായ കർമ്മങ്ങൾ ചെയ്യുക. നാളെ, അതായത് ഭാവിയിൽ എന്ത് ദുരന്തം സംഭവിക്കുമെന്ന് ആർക്കറിയാം? ഒരു നിമിഷത്തെക്കുറിച്ച് പോലും നമുക്കറിയില്ല. വഞ്ചന കൂടാതെ സമ്പത്ത് സമ്പാദിക്കാനാവില്ല. പിന്നെ അതിൽ നിന്ന് കുറച്ച് പണം പുണ്യകർമ്മങ്ങൾക്കായി ചിലവഴിക്കുന്നു. അങ്ങനെ ഒരാൾ 2 പാപങ്ങളുടെയും പുണ്യങ്ങളുടെയും കെട്ടുകൾ കെട്ടുന്നു. ഇവ എങ്ങനെ പ്രകാശമാകും? ഒരാൾ പാപം വഹിക്കുന്നു. നരകത്തിലും സ്വർഗത്തിലെ പുണ്യങ്ങളിലും മാതാവ്, പിതാവ്, സഹോദരൻ, ഭാര്യ തുടങ്ങിയ ബന്ധുക്കൾ അവർക്ക് പ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. മുൻ ജന്മങ്ങൾ കാരണം അവർ ഒരു കുടുംബത്തിന്റെ രൂപത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആരുടെ സമയം അവസാനിക്കും? മറ്റുള്ളവരുമായുള്ള ഇടപാട് അവസാനിച്ചാൽ അവൻ അല്ലെങ്കിൽ അവൾ ഉടൻ തന്നെ കുടുംബത്തിൽ നിന്ന് പോകും. മരണം സംഭവിക്കും. ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെന്റ് നിറഞ്ഞിരിക്കുന്നു. എവിടെ ടിക്കറ്റ് എടുത്താലും ഒരാൾ അവിടെ ഇറങ്ങുന്നു. ഈ കുടുംബം ഒരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് പോലെയാണ്. മരണശേഷം ഈ ശരീരം മണ്ണായി മാറും. ആ സമയത്ത് കുടുംബങ്ങൾ ആരും നിങ്ങളുടെ കൂട്ടാളിയായിരിക്കില്ല. ഒരു പുരുഷൻ തന്റെ ഭാര്യയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. വയസ്സായപ്പോൾ മരണമടുത്തു. അവൻ ഭാര്യയോട് പറഞ്ഞു, നീ എന്റെ കൂടെ വരുമോ? അവൾ തൽക്ഷണം നിരസിച്ചു. ഇല്ല, ഞാൻ നിങ്ങളോടൊപ്പം മരിക്കില്ല. ഞാൻ നിങ്ങളെക്കാൾ 3 വയസ്സിന് ഇളയതാണ്. വൃദ്ധൻ അന്ന് ഞെട്ടിപ്പോയി. അവൻ അവളോട് സംസാരിക്കുന്നത് നിർത്തി. അവൾ അവന്റെ അടുത്ത് വരുമ്പോഴെല്ലാം അവൻ മുഖം തിരിച്ചിരുന്നു. അവനൊന്നും പറയാൻ ശ്രമിച്ചില്ല. 60 വർഷത്തെ കൂട്ടുകെട്ടിന് ശേഷം ആരും ആരുടെയും സ്വന്തമല്ലെന്ന് ആ വൃദ്ധന് ആദ്യമായി മനസ്സിലാക്കി. ആ വൃദ്ധയ്ക്ക് അല്പം ബോധമുണ്ടായിരുന്നെങ്കിൽ അവൾ പറയുമായിരുന്നു, എന്നെയും കൂടെ കൊണ്ടുപോകൂ. എന്തായാലും വൃദ്ധൻ അവളെ തന്നോടൊപ്പം കൊണ്ടുപോകാൻ പോകുന്നില്ല. അവനെങ്കിലും സംതൃപ്തനാകുമായിരുന്നു. അവൻ സമാധാനത്തോടെ മരിക്കുമായിരുന്നു. പ്രായമായ സ്ത്രീയെ അവളുടെ സമയത്തിന് മുൻപ് ആർക്കാണ് കൊല്ലാൻ കഴിയുക? യഥാർത്ഥ പ്രണയം ഒരു നീഷോട്ടാണെന്ന് ഇത് തെളിയിക്കുന്നു. സ്വാർത്ഥ താല്പര്യത്താൽ എല്ലാവരും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹേ മനുഷ്യ, മന്ത്രോച്ചാരണവും ജപ് തപ് തപസ്സും മുൻകാലങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങളും കാരണം ചന്ദ്രൻ മഹത്വം ആസ്വദിക്കുന്നത് പോലെ നിങ്ങൾ ഇന്നത്തെ ജന്മത്തിൽ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഉന്നത ഉദ്യോഗസ്ഥനോ ആയി പ്രശസ്തി നേടുന്നു. രാത്രിയിൽ എല്ലാ നക്ഷത്രങ്ങളുടെയും നടുവിൽ നിങ്ങൾ സത്സംഗത്തിന്റെ വീക്ഷണങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ആത്മാവിന്റെ അറിവില്ലാതെ ഈശ്വരഭക്തി ചെയ്യാതെ ഭാവി ജന്മത്തിൽ നിങ്ങൾ നായയായി മലം ഭക്ഷിക്കും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അതായത് ശാരീരിക ശക്തിയും സ്ഥാനത്തിന്റെ ശക്തിയും. എന്നാൽ ഭാവിയിൽ നിങ്ങൾ ഒരു മൃഗമായതിനു ശേഷം മോശമായി കഷ്ടപ്പെടും. नर से फिर पशुवा कीजे गधा बैल बनाई। 56 भोग कहा मन बोरे कुरड़ी चरने जाई। വിവർത്തനം: ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച ശേഷം പവിത്ര ഗ്രന്ഥങ്ങൾക്കനുസൃതമായി യഥാർത്ഥ ഭക്തി അനുഷ്ഠിക്കാത്ത ഒരു വ്യക്തി, പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, മരണശേഷം ഒരു മൃഗത്തിന്റെ ജീവിതം ലഭിക്കുന്നു. അവനൊരു കഴുതയുടെയോ കാളയുടെയോ ജീവൻ കിട്ടുന്നു. മനുഷ്യ ജീവിതത്തിൽ അദ്ദേഹം സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചിരുന്നു. കഴുതയായതിനു ശേഷം നല്ല ഭക്ഷണം കിട്ടില്ല. കഴുതയുടെ ശരീരം സ്വന്തമാക്കിയ ശേഷം
കാട്ടിലെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് മലിനമായ ഭക്ഷണവും പുല്ലും കഴിക്കുന്നു. അതുകൊണ്ട് ഭക്തി ചെയ്യുക. ഹേ മനുഷ്യ, ഈ ലോകത്ത് നിങ്ങളുടെ ജീവിതം രാവിലെ പുല്ലിൽ തിളങ്ങുന്ന ഒരു മഞ്ഞുതുള്ളിക്ക് സമാനമാണ്. അത് കുറച്ചു സമയത്തിന് ശേഷം അപ്രത്യക്ഷമാകും. അതിനാൽ സത്നാമം സ്വീകരിച്ച്, അതായത് സമ്പൂർണ്ണ സദ്ഗുരുവിൽ നിന്നുള്ള യഥാർത്ഥ മന്ത്രം കൊണ്ട് ഭക്തി ചെയ്യുക. നിങ്ങളുടെ ആത്മാവിന്റെ ക്ഷേമം നേടുക. ഭക്തി എന്ന യഥാർത്ഥ വേദാധിഷ്ഠിത മന്ത്രത്തിന് പുറമെ വേദങ്ങൾക്ക് വിരുദ്ധമായ മറ്റെല്ലാ ധർമ്മപരമായ ആചാരങ്ങളും ചതുപ്പിലെ ചെളി പോലെയാണ്. ഒരെണ്ണം പുറത്തെടുക്കുന്നതിന് പകരം അവർ ഒരാളെ കൂടുതൽ മുക്കിക്കൊല്ലുന്നു. പരമോന്നത ദൈവമായ കബീറിനൊപ്പമായിരുന്നു യഥാർത്ഥ ആരാധന. പരമോന്നത ദൈവം കബീർ അത് മറ്റു ചില സന്യാസിമാരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അത് മറ്റാരോടും പറയരുതെന്ന് അദ്ദേഹം അവരെ വിലക്കിയിരുന്നു. നിലവിൽ 1997 മുതൽ ആ ആരാധന രീതി എനിക്ക്, അതായത് രാംപാൽ ദാസിന് ലഭ്യമാണ്. ഞാനല്ലാതെ നമ്മുടെ വേദങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഭക്തിയുടെ മന്ത്രങ്ങൾ മറ്റൊരു സന്യാസിക്കോ ഗുരുവിനോ ഇല്ല. വരൂ, ദീക്ഷ സ്വീകരിക്കൂ. നിങ്ങളുടെയും കുടുംബത്തിന്റെയും ജീവിതം വിജയകരമാക്കൂ. നിങ്ങൾ മറ്റേതെങ്കിലും വിഭാഗത്തിലെ സന്യാസിമാരിൽ നിന്നോ ഗുരുവിൽ നിന്നോ ദീക്ഷ സ്വീകരിച്ചാൽ അത് ചട്ടിയിൽ നിന്ന് തീയിലേക്ക് ചാടുന്നതിന് തുല്യമായിരിക്കും. നിങ്ങൾ വീടിനോ നദിക്കരയിലോ ഉള്ളവനായിരിക്കില്ല. മുമ്പ് ഞാൻ, അതായത് എഴുത്തുകാരൻ, എല്ലാ ഗ്രാമങ്ങളിലും സത്സംഗം നടത്തിയിരുന്നു. ഒരാളുടെ ആത്മാവിനെ കുലുക്കുന്ന എന്റെ സത്സംഗം ആളുകൾ കേൾക്കാറുണ്ടായിരുന്നു. പക്ഷെ അവർ എന്നിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചില്ല. അവർ മറ്റ് സന്യാസിമാരിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. അവർക്ക് അവിടെ നിന്ന് ഒരു പ്രയോജനവും ലഭിച്ചില്ല. പിന്നീട് എന്നിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച ശേഷം അവർ സന്തുഷ്ടരായി. സത്സംഗത്തിന്റെ മേൽപ്പറഞ്ഞ പ്രസ്താവനകളുടെ ഉപസംഹാരം ഒരാൾ സത്സംഗത്തിന്റെ വീക്ഷണങ്ങൾ ശ്രവിച്ചാൽ ഒരു വീട് സ്വർഗമാകും എന്നതാണ്. അതില്ലാതെ നരകതുല്യമായ ജീവിതം നയിക്കേണ്ടി വരും. ഇപ്രകാരം ലോകക്ഷേമം സാധ്യമാകുന്നു. സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ജീവിതം നയിച്ചാൽ എല്ലാവർക്കും മോക്ഷം ലഭിക്കും. ഇത് വളരെ പ്രധാനമാണ്.